ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. നമ്മളിതാ ബാംഗ്ലൂരിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. രാവിലെ ഒരു 9 മണിയൊക്കെ ആയിട്ടുണ്ട്. അങ്ങനെ ഇതാ ബ്രഷിങ് കാര്യങ്ങളും ഐബക്കിൻ്റെ ഡാപ്പർ ചേഞ്ചിങ് എല്ലാം കഴിഞ്ഞിട്ട് നമ്മളിതാ റെയിൽവേൻ്റെ പുറത്തേക്ക് പോക്കാനേ. നല്ല ചൂടാട്ടോ, നല്ല വെയിലും കാര്യങ്ങളെല്ലാം ഉണ്ട് രാവിലെ തന്നെ. ഇതാ റെയിൽവേൻ്റെ പുറത്തായിട്ട് ബസ് ഉണ്ട് കേട്ടോ. നമുക്ക് മജസ്റ്റി എന്നൊരു സ്ഥലത്തായിട്ട് പോകേണ്ടത്. അപ്പോൾ ബസ് കയറിയിട്ടുണ്ട് കേട്ടോ. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ സ്ത്രീകൾക്ക് എവിടെ വേണമെങ്കിലും ഒരു ആധാർ കാർഡ് മാത്രം മതി കേട്ടോ. ഫ്രീ ആയിട്ട് നമുക്ക് എവിടെ വേണമെങ്കിൽ പോയിട്ട് വരാം. നമ്മളെ കേരളത്തിൽ ഇങ്ങനെ ഒരു നിയമം കൊണ്ടായിരുന്നു കേട്ടോ. നമ്മളിതാ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ മലയാളികളെ ഒരു റെസിഡൻസ് ഉണ്ട്, കാസർഗോഡ് കരുതാ എന്ന് പറയുന്നത് അവർ പറഞ്ഞിട്ടുള്ളത്. കുഴപ്പമില്ലാത്ത ഇതെല്ലാം ഉണ്ട്. നമുക്കൊരു നാളെ വൈകുന്നേരം ഒരു 6 മണി വരെയൊക്കെ വേണ്ടി വരുള്ളൂ. നമ്മളിത് റൂമിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ നിന്ന് ഫ്രഷ് ആയിട്ട് പുറത്തേക്ക് പോകാമെന്ന് വിചാരിച്ച്. അങ്ങനെ കുഴപ്പമില്ലാത്ത റൂമൊക്കെ തന്നെയാണ് കേട്ടോ. പിന്നെ സാധനമെല്ലാം ഇങ്ങനെ അവിടെ ഒരുക്കി വെച്ചതാട്ടോ ബാത്റൂം വരുന്നത്. നമ്മളൊന്ന് ഫ്രഷ് ആയ ശേഷം നമ്മൾ പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. ഈ ഒരു റമദാൻ മാസമായിട്ട് എന്തിനാണ് നമ്മൾ ബാംഗ്ലൂരിലെല്ലാം പോയെന്ന് ഒരുപാട് ആൾക്കാർക്ക് ഡൗട്ടും കാര്യങ്ങളും ഉണ്ടാവും കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അച്ഛൻ്റെ ഉപ്പാൻ്റെ ഷോപ്പ് വരുന്നത് ലൈറ്റ് ആൻഡ് സൗണ്ട് കേട്ടോ. അപ്പോൾ അവർക്ക് പറഞ്ഞാൽ ഈ റമദാൻ മാസത്തിൽ കുറച്ച് ഫ്രീ ആയിട്ടുള്ള ഒരു ടൈമാട്ടോ. അപ്പോൾ അവർക്ക് പർച്ചേസ് വേണം, അതിന് കൂടെ നമുക്കും കൂടി ഒരു പർച്ചേസ് ആവട്ടെ എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയതാട്ടോ. അങ്ങനെ ഇതാ നമ്മൾ മാത്രമല്ല കേട്ടോ, ഉപ്പാൻ്റെ ഷോപ്പിൽ വർക്ക് ചെയ്യുന്ന 2 ആൾക്കാരുണ്ട് കേട്ടോ. അച്ഛൻ്റെ ഫ്രണ്ട്സാണ്. അപ്പോൾ ഇതാ നമ്മളെന്ന് പറഞ്ഞാൽ ഭയങ്കര ഫ്രണ്ട്ലി ആട്ടോ. ബ്രദർ സിസ്റ്റർ ആ ഒരു ടൈപ്പാണ്. അത് നല്ല ചില്ല് ചെയ്ത് പോയിട്ടോ. അങ്ങനെ ഇതാ പർച്ചേസിൻ്റെ ഇടയ്ക്കായിട്ട് ഭയങ്കര ക്ഷീണാട്ടോ. നമ്മളിതാ കൂൾ ബാറിൽ കയറിയിട്ട് നല്ല ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ഒരു ജ്യൂസ് കുടിച്ചോട്ടോ. അങ്ങനെ ഇത് പിന്നെ നടത്താൻ തുടങ്ങിയിട്ടുണ്ട്. നടക്കലില്ല, ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇത് തന്നെയാണ് പരിപാടി കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ റൂമിൻ്റെ അടുത്ത് തന്നെ ആയിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ കയറി കേട്ടോ. ഇവിടെ അധികം ഫുഡൊന്നും ഇല്ല. നമ്മളങ്ങനെ നെയ്ച്ചോറും നല്ല ഗീ റൈസ് വാങ്ങിച്ചു. പിന്നെ ചപ്പാത്തിയും ചിക്കൻ കറി കേട്ടോ. അങ്ങനെ വാങ്ങിച്ചിട്ടുള്ളൂ കേട്ടോ. നമ്മൾ കുഴപ്പമൊന്നുമില്ല, ഫുഡെല്ലാം നല്ല ടേസ്റ്റിലും ഉണ്ട്. അതിനായിട്ട് ഞാനൊരു പോപ്കോണിൽ ചാറ്റ് മസാല ഇട്ടിട്ട് കഴിച്ചിട്ടാ. അങ്ങനെ നമ്മളിതാ റൂമിലേക്ക് വന്നിട്ടുണ്ട്. ഭയങ്കര ക്ഷീണാട്ടോ. നമ്മൾ ഇന്ന് റെസ്റ്റ് എടുത്തിട്ട് നാളെ നമ്മൾ അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ കേട്ടോ. നാളത്തെ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവരും എൻ്റെ ചാനൽ ഒന്ന് ഇഷ്ടമായിരുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്.